മന്ത്രവാദത്തിന് ശേഷം പുഴയിലേക്ക് ഇറങ്ങിയ മന്ത്രവാദിയും യുവാവും മുങ്ങി മരിച്ചു. കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് ദോഷങ്ങൾ മാറ്റാൻ കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു യുവരാജ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവരാജിന് 18 പ്രായം. കഴിഞ്ഞ ശനിയാഴ്ച യുവരാജിന് നല്ലൊരു ജോലി ലഭിക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഹസൻ മുഹമ്മദിനെ വന്നു കണ്ടു. ദോഷങ്ങളുണ്ടെന്നും അത് തീർക്കുന്നതിനായി ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് കാണാനും പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10:30ഓടെയാണ് യുവരാജും അമ്മയും സഹോദരിയും ഭർത്താവും അടങ്ങുന്ന 4-അംഗ സംഘം കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ വെച്ച് മന്ത്രവാദം ചെയ്തു. ശേഷം ചിലത് വെള്ളത്തിൽ ഒഴുക്കാനായി പുഴയിലേക്ക് പോയി. ഹസൻ മുഹമ്മദും യുവരാജും മാത്രമാണ് പുഴയിലേക്ക് പോയത്. പുഴയിലെത്തി ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. നല്ല ആഴവും അടിയൊഴുക്കുമുള്ള പുഴയിൽ ഇരുവരും മുങ്ങി മരിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവിടെ പശുവിനെ തിരിക്കാനുള്ള ആൾക്കാർ വന്നപ്പോഴാണ് ഇവിടെ ഡ്രസ്സ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഈ ഹസൻ മുഹമ്മദിന്റെ മൃതദേഹം കണ്ടു. അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി. അപ്പോഴാണ് മറ്റൊരാളുടെയും കൂടെ ഡ്രസ്സും കാര്യങ്ങളും കണ്ടു. അതിനെ തുടർന്ന് ചുറ്റൂരുന്ന ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയിട്ട് 1.5 മണിക്കൂറോളം പരിശ്രമിച്ചിട്ടാണ്. അഗ്നിശമന സേന എത്തി 2 മൃതദേഹങ്ങളും പുറത്തെടുത്തു. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് യുവരാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് മലയാളം, പാലക്കാട്.